243 raised to 2 by 5 is equal to dash. നമുക്കിവിടെ ഓപ്ഷൻസൊക്കെ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നുണ്ടത് ഈ 243ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 243 എടുത്തു. നമുക്ക് ഈ സംഖ്യയിൽ എന്തായാലും ഇതൊരു ഇരട്ട സംഖ്യയല്ല, അതുകൊണ്ട് ഇതിൽ 2 പോവില്ല. 3 ഈ സംഖ്യയിൽ പോകുന്ന എങ്ങനെയാണ് നോക്കുക? 3 സംഖ്യയിൽ ഒരു സംഖ്യയിൽ 3 പോകുമെന്ന് നോക്കുന്നത് ഡിജിറ്റ്സ് ആഡ് ചെയ്യുക. 2 + 4 + 3 ഇതിൽ ഡിജിറ്റ് 2, 4, 3 അപ്പോൾ അത് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 4 × 6 6 3 9 കിട്ടി. 9 എന്ന് പറയുന്നത് 3ൻ്റെ ഗുണിതമാണ്. അപ്പോൾ ഇതിൽ 3 പോവും. അപ്പോൾ നമ്മൾ 3 എടുക്കുക. കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഈ സംഖ്യ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇതിൽ 3 പോകുന്നു. കാരണം 324 3ൽ 3 ഒരു പ്രാവശ്യം. അപ്പോൾ 324 3ൽ 3 ഒരു പ്രാവശ്യം, ഒരു 3 3. ഇനിയും ഈ സംഖ്യ 81 പറയുമ്പോൾ 8 + 1 9 വീണ്ടും വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് 3 എഴുതാം. വീണ്ടും 3 8ൽ 2 ടൈംസ് 3 2 6 ബാലൻസ് 2 വന്നു. അപ്പോൾ ഇത് 21 21ൽ 3 7 പ്രാവശ്യം. വീണ്ടും നമുക്ക് 3 എഴുതാം. 7 + 2 27ൽ 3ൻ്റെ മൾട്ടിപ്പിളാണെന്ന് എല്ലാവർക്കും കണ്ടാൽ അറിയാം. 9 × 3 27. വീണ്ടും 3 എഴുതാം. 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 243 is equal to 3 raised to 3 2 5 3 raised to 5. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 243 raised to 2 by 5 ആണ്. അപ്പോൾ 243 raised to 2 by 5 is equal to 243ൻ്റെ സ്ഥലത്ത് നമ്മൾ 3 raised to 5 ഇടണം. എന്നിട്ട് all raised to 2 by 5. ഇനി നമ്മൾ ഇതിനെ x raised to m all raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? x raised to m into n m. അപ്പോൾ അതേപോലെ എഴുതാൻ പോകണം. 3 raised to 5 into 2 by 5. അപ്പോൾ ഈ 5ഉം 5ഉം ക്യാൻസൽ ആയി. ആൻസർ ഈസ് ഈക്വൽ ടു 3 raised to 2. 3 raised to 2 എന്ന് പറഞ്ഞാൽ 3 × 3. 3 × 3 9. Answer is option A 9. Okay. If you like this video, please like, share and subscribe. Thank you.